മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പെരിക്കലൂർ കടവ് മരക്കടവ് പള്ളി റോഡിന് ഇടയിലുള്ള കടമാൻതോട് പാലം കോൺക്രീറ്റ് കമ്പികൾ തുരുമ്പിച്ച് കോൺക്രീറ്റ് അടർന്നു വീണ് അപകടാവസ്ഥയിലായിട്ട് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. 1978 നാട്ടുകാർ സഹകരിച്ചുണ്ടാക്കിയ 9 അടി മാത്രം വീതിയുള്ള പാലമാണ് ഇന്നും ഉപയോഗിക്കുന്നത്. പുതിയ വീതി കൂടിയ വഴിയുടെ പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിലും ഈ പാലത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല. ഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ തടഞ്ഞില്ലെങ്കിൽ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന അവസ്ഥയുണ്ടാകും. എത്രയും വേഗം ഭാരം കയറ്റിയ വാഹനങ്ങളുടെ യാത്ര തടയുകയും തുടർന്ന് പാലം പുതുക്കിപ്പണിയുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മരക്കടവ് പള്ളി വികാരി ഫാദർ ജെയിംസ് ചെമ്പക്കര, സിസ്റ്റർ ലിസി ജോൺ, സെൻറ്റ് കാതറിൻസ് ഹോം മദർ സുപ്പീരിയർ, ബിജു ജോസഫ്, മനോരമ ഏജന്റ്, തങ്കച്ചൻ വെട്ടുകല്ലമ്പുറത്ത്, ജോയി വെട്ടുകാട്ടിൽ, പെരിക്കല്ലൂർ സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ എന്നിവർ ആവശ്യപ്പെട്ടു. പാലത്തിൻ്റെ അടിയിലെ കമ്പികൾ മുഴുവൻ തുരുമ്പെടുത്ത് കോൺക്രീറ്റ് മുഴുവൻ തള്ളിപ്പോയിരിക്കുന്നതാണ്. ബീമിൻ്റെ ഒരു സൈഡ് തന്നെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ റോട്ടിൽ കൂടിയാണ് ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്നത്. എത്രയും വേഗം ഈ പാലത്തിൽ കൂടിയുള്ള ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം തടയുകയും പെട്ടെന്ന് തന്നെ പുതിയ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുത്ത് പുതിയ പാലം നിർമ്മിക്കുകയുമാണ് ഏറ്റവും വേണ്ടത്. പെരിക്കല്ലൂർ കടവിൽ നിന്നും മരക്കടവ് പള്ളിയിലേക്ക് വരുന്ന വഴിയുള്ള കടമാൻതോട് പാലം അപകടാവസ്ഥയിലാണ്. പെരിക്കല്ലൂർ കടവിൽ നിന്നും ആരംഭിച്ച് മരക്കടവ്, കബിനികരി, പാടിച്ചിറ, മുള്ളൻകൊല്ലിയിലേക്ക് പോകുന്ന ഈ റോട്ടിലാണ് ഈ പാലമുള്ളത്. 1978 ജനപങ്കാളിത്തത്തോട് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപകടകരമാണ്. കമ്പികൾ ദ്രവിച്ച് അപകടാവസ്ഥയിലായ ഈ പാലത്തിലൂടെയാണ് ഭാരം വഹിക്കുന്ന വലിയ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. എത്രയും വേഗം ഈ പാലം പുതുക്കി പണിയണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. ഭാരമുള്ള വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത് നിയന്ത്രിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും, യാത്ര ദുരിതത്തിലാകും. മരക്കടവ് പള്ളിക്ക് സമീപമുള്ള കടമാൻതോട് പാലം 50 വർഷം മുൻപ് പണി കഴിപ്പിച്ച വെറും 9 അടി വീതി മാത്രമുള്ള പാലമാണ്. ഇപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ സിമെൻറ്റുകളും കമ്പികളും ദ്രവിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഭാരം കയറ്റിയ വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ആശങ്ക ഉണർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടയേണ്ടതും പുതിയ പാലം നിർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ്. മരക്കടവ് തീരദേശ റോഡിൽ മരക്കടവ് പള്ളിയോട് ചേർന്നുള്ള പാലം ഇപ്പോൾ വളരെയധികം അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 50 വർഷത്തോളം പഴക്കമുള്ള പാലത്തിൻ്റെ അടിവശത്തെല്ലാം ഇരുമ്പ് കാണുകയും അത് തുരുമ്പെടുക്കുകയും അതിൻ്റെ കെട്ടുകളെല്ലാം തള്ളി നിൽക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഭാരം കയറിയ വാഹനങ്ങൾ അതിലെ ഓടുന്നത് തടയുകയും അത് എത്രയും വേഗം പുതുക്കി പണിയാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ട് 47 വർഷങ്ങൾക്ക് മുൻപ് സാധാരണഗതിയിലുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പാലം. പക്ഷേ ഇപ്പോൾ അതിൽ കൂടെ പോകുന്നത് 10ഉം 20ഉം ടയറുകളുള്ള ഭീമന്മാർ ടോറസ് വണ്ടികളാണ് കല്ലുമായിട്ട് പോകുന്നത്. അത് താങ്ങാനുള്ള ശേഷി ആ പാലത്തിനില്ല. എത്രയും വേഗം ആ പാലം ബലപ്പെടുത്തുകയോ ആ അമിതഭാരം കയറ്റിയ വാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കുകയോ ചെയ്യേണ്ടതാണ്. മരക്കടവ് പള്ളിയുടെ സമീപത്തുള്ള കടമാൻതോട് പാലം നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു 47 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലാണ് ആ പാലം ഇന്ന് നിലനിൽക്കുന്നത്. തൊട്ടടുത്ത് വലിയ കോറി പ്രവർത്തിക്കുന്നതുകൊണ്ട് 10-60 ടണ്ണോളം ഭാരം കയറ്റിയുള്ള വാഹനങ്ങളാണ് ദിവസവും അതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും അതൊരു അപകടത്തിൽപ്പെടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. തീരദേശത്തോടെ വലിയ റോഡുകൾ നിർമ്മിച്ചെങ്കിലും അതിനനുസരിച്ച് പാലത്തിന് ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതുവഴി കടന്നു പോകുന്ന അതിഭാരമുള്ള വാഹനങ്ങൾ നിരോധിക്കണമെന്നാണ് പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മരക്കടവിലുള്ള നമ്മുടെ പാലം വളരെ അപകടാവസ്ഥയിലാണ്. തീരദേശ റോഡ് പോകുന്ന ആ ഭാഗത്തുള്ളതാണ് പാലം. അത് വലിയ വാഹനങ്ങൾ അതിലെ പോകുന്നതുകൊണ്ട് ഏത് സമയവും അപകടാവസ്ഥയിലാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് അവിടെ വലിയ വാഹനങ്ങൾ നിർത്തലാക്കണം. അതുപോലെ തന്നെ പുതിയ പാലത്തിനുള്ള അനുമതികളും പെട്ടെന്ന് PWയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നമ്മുടെ ഈ ഭാഗത്തുള്ള ഡ്രൈവേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാബിൻ ജോസഫ്.